കാറ് വാങ്ങുമ്പോൾ അത് ബിസിനസിന്റെ പേരിൽ വാങ്ങിയാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഏറ്റവും കൂടുതൽ ക്ലയൻസിന്റെ അടുത്തുനിന്ന് വരുന്ന സംശയമാണ്. നിങ്ങൾ ഇപ്പോൾ ടാക്സ് പേ ചെയ്യുന്ന, ബിസിനസ് ഇൻകത്തിന് ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ കാറ് വാങ്ങുന്നത് വഴിക്ക് ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാനും അതുവഴിക്ക് ടാക്സ് സേവ് ചെയ്യാനായിട്ടും സാധിക്കും. നിങ്ങൾ ഏകദേശം ഒരു 10 lakh റുപ്പീസിന്റെ കാർ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആനുവലി 1,50,000 റുപ്പീസോളം ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്യാം. അങ്ങനെ 1,50,000 ഡിപ്രീസിയേഷൻ വരുമ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എത്ര കണ്ട് കുറയും, അതുവഴിക്ക് നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാം. ഏകദേശം 45,000 റുപ്പീസോളം നിങ്ങൾക്ക് ആനുവലി ടാക്സ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ നിങ്ങൾ ടാക്സ് അടയ്ക്കാത്ത ഒരാളാണ്, വലിയ ഇൻകം ടാക്സ് ബ്രാക്കറ്റിലൊന്നും വരാത്ത ആളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഒന്നും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. മാത്രവുമല്ല, എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന മറ്റൊരു ബെനിഫിറ്റ് GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. തുറന്നു പറയട്ടെ, പേഴ്സണൽ കാറുകൾ വാങ്ങുന്നത് കൊണ്ട് GSTയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ടാക്സ് പേ ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ് ഇൻകം ഉള്ള ആളാണ് എങ്കിൽ നിങ്ങൾ ബിസിനസിന്റെ പേരിൽ കാർ വാങ്ങുന്നത് ബെനിഫിഷ്യൽ ആയേക്കാം.